16 PF പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ലാസ്റ്റ് സെഷനാണ്. വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റി സൈക്കോമെട്രിക് ടെസ്റ്റാണിത്. പക്ഷെ ഇതിന് കുറച്ച് സമയമെടുക്കും. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ എടുക്കും. നമുക്ക് നമ്മളെ മുന്നിലുള്ള ആൾക്കനുസരിച്ച് ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ പരമാവധി വേഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ഏകദേശം 187ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്ത് ശരിക്ക് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈമണ്ട് ബി കാറ്റലിൻ്റെ അദ്ദേഹമാണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം. 16 PF എന്ന് പറഞ്ഞാൽ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഇദ്ദേഹം 16 വ്യത്യസ്ത പേഴ്സണാലിറ്റികളെ വിശദീകരിക്കുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട്, പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ഷോർട്ടായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ തിയറി വശം നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തിയറി ഭാഗം വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ പ്രാക്ടിക്കലി എങ്ങനെ ഇത് നമുക്ക് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാം, എക്സാമിന് നമുക്ക് പോകുന്ന സമയത്ത് പ്രാക്ടിക്കലി നമ്മളെ മുന്നിൽ സബ്ജക്റ്റ് വരുന്ന സമയത്ത് എങ്ങനെ ഇത് ചെയ്യാം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്കായിട്ടുള്ള നമ്മളെ പാറ്റേൺ ഓഫ് ബിഹേവിയർ, തോട്ട്സ്, ഇമോഷൻസൊക്കെ അതാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ റൈമണ്ട് ബി കാറ്റലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിൽ 16ഓളം പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ്. ഫാക്ടർ ABCDEF GH കഴിഞ്ഞ് IJKLM, പിന്നെ Q1 Q2 Q3 Q4 അങ്ങനെ ഓരോന്നും ഓരോ വ്യത്യസ്ത പേഴ്സണാലിറ്റി ഫാക്ടേഴ്സാണ്. നിങ്ങൾ ഈ 16 എണ്ണവും കാണാതെ പഠിക്കണം. ഓക്കെ, 16 എണ്ണം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്കെന്തുണ്ടാവും, ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് തരുമല്ലോ, നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ധാരണ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. എങ്കിലും ഇതിൻ്റെ ഫാക്ടേഴ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യനെയർ നമുക്ക് തരും. പിന്നെ ഇത് നമ്മൾ ഓൺലൈനായിട്ടാണിത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യനെയർ എടുക്കാം. ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് വരിക. ക്വസ്റ്റ്യനെയറിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും താഴെ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. ഇത് 187 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ 187 ചോദ്യങ്ങളുടെ മുകളിൽ ഇതുപോലെ സ്ട്രോങ്ലി എഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, അതുപോലെ ഡിസഗ്രി, നെയ്തർ എഗ്രി, നോട്ട് ഡിസഗ്രി, എഗ്രി, സ്ട്രോങ്ലി എഗ്രി, ഇങ്ങനെ 4-5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ഓരോരോ ചോദ്യങ്ങൾ വായിക്കുകയും ടിക്ക് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 187 ചോദ്യങ്ങൾ നിങ്ങൾ ഒരാളോട് ചോദിച്ചിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് ഈ ചോദ്യം എന്ത് ചെയ്യാണ്, ഞാൻ സ്വന്തമായിട്ട് റാൻഡമായിട്ട് എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ആൻസർ പിക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഇത് നിങ്ങൾക്ക് ബൈ ചാൻസിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് ഓരോന്നും വായിച്ച് നോക്കാതെ റാൻഡമായിട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ അത് കറക്റ്റ് ആൻസർ കിട്ടണമെന്നില്ല, നമുക്ക് ആ വാല്യൂ ആണ് ശരിക്കും വേണ്ടത്. അപ്പോൾ റാൻഡായിട്ട് നമുക്ക് സമയം പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ല, ഇനി അവർ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റാൻഡമായിട്ട് ഇതിൻ്റെ ഒന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവാം. ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് സമയം പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാത്തത്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് എന്തിന് വേണ്ടത്, നമ്മുടെ റിപ്പോർട്ട് ഡേറ്റ സ്കോർ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടേണ്ട 16 വാല്യൂസ് നമുക്ക് വേർതിരിച്ചെടുക്കണം. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ശരിക്ക്
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ചോദ്യം ആർക്ക് വേണമെങ്കിലും കണ്ടാൽ മനസ്സിലാവും ഈ ചോദ്യം ടിക്ക് ചെയ്യാനുള്ളതാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ ഓരോ ചോദ്യങ്ങളും ചോദിക്കുക, ഉത്തരം പറയണേ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇനി റാൻഡമായിട്ട് നമുക്ക് പറയണമെങ്കിൽ അവരോട് അങ്ങനെ പറയണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കണം, അതിൻ്റെ ഉത്തരം പറയണം. പിന്നെ നമ്മൾ മറ്റൊരു ക്ലിനിക്കൽ സെറ്റിങ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എത്ര കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മളെ മുമ്പിലിരിക്കുന്ന ആൾ പൂർണ്ണമായിട്ടും സത്യം പറയണമെന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും സമയം എഫേർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ചെയ്യുന്നത് അങ്ങനെയും ഒരു തടസ്സം ഉണ്ടാവാം. കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടിക്കോണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ റാൻഡമായിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഓരോന്നും ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് അതിൽ കിട്ടുന്നൊരു വാല്യൂ കിട്ടാനുണ്ട്. ആ വാല്യൂ ആണ് നമ്മൾ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ ഒരു കാൽക്കുലേഷൻ ചെയ്യാനുണ്ട്. ആ കാൽക്കുലേഷൻ മിസ്സാവാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ബേസിൽ ഒരു ഗ്രാഫും വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പേജ് അവിടുന്ന് തരും. ആ പേജിൽ നമുക്ക് കിട്ടിയ വാല്യൂ അടയാളപ്പെടുത്തുകയും, ഒരു ഗ്രാഫായിരിക്കും, ആ ഗ്രാഫിൽ നമ്മുടെ വാല്യൂ അടയാളപ്പെടുത്തുകയും ആ വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ 187 ചോദ്യങ്ങളുടെയും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ വരാൻ പോകുന്നത് ഇതിൻ്റെ വാല്യൂ ആണ്. ഇതിൻ്റെ ബേസിൽ നമുക്ക് കിട്ടിയ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് വാല്യൂ ആണ് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ ബേസിൽ ആ വാല്യൂ നമ്മൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും, ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യും. ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ടേബിളിന് എന്ത് ചെയ്യും, അത് റോ വാല്യൂ ആണ്, അതിനെ നമ്മൾ ആക്ച്വൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിന് ശേഷം ഒരു വാല്യൂ നമുക്ക് കിട്ടുമല്ലോ, ആ കിട്ടുന്ന വാല്യൂ ഗ്രാഫിലേക്ക് അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഗ്രാഫിൽ ആ പെർട്ടിക്കുലർ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കിയിട്ട് അതിലേക്ക് നമ്മൾ പേന കൊണ്ടോ അല്ലെങ്കിൽ പെൻസിൽ കൊണ്ടോ അടയാളപ്പെടുത്താം. നിങ്ങൾ പോകുന്ന സമയത്ത് പെൻസിൽ കയ്യിൽ കരുതണം, സ്കെയിലും കയ്യിൽ കരുതണം. ഏത് ടേബിളാണെങ്കിലും പെൻസിൽ, സ്കെയിൽ, റബ്ബറൊക്കെ അത്യാവശ്യമായിരിക്കും. അത് ടേബിൾ വരയ്ക്കാൻ നിർബന്ധമായിരിക്കും. അതുകൊണ്ട് ഇറൈസറും കയ്യിൽ കരുതേണ്ടതാണ്, അത് നിർബന്ധമായിരിക്കും. എപ്പോൾ വേണമെങ്കിലും മിസ്റ്റേക്ക് പറ്റാം, നമുക്ക് മായ്ക്കേണ്ടി വരാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യം പെൻസിൽ കൊണ്ട് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ അതിനുള്ളിലുള്ള നമ്പേഴ്സൊക്കെ വേണമെങ്കിൽ പേന കൊണ്ട് ചെയ്യാം. ടേബിളുകൾ, ഗ്രാഫുകളൊക്കെ പെൻസിൽ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. ഒരുപാട് ഇങ്ങനെ റാൻഡമായിട്ട് നമ്മൾ ടിക്ക് ചെയ്തിട്ട് തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും വായിച്ച് ചെയ്യുന്ന സമയത്ത് അതിലേറെ സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു എളുപ്പത്തിന് ചെയ്തതാണ്. ഇങ്ങനെയാണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലതിൽ സ്ട്രോങ്ലി ഡിസഗ്രി ആണ്, ഡിസഗ്രി, നെയ്തർ എഗ്രി ഓർ ഡിസഗ്രി, എഗ്രി, സ്ട്രോങ്ലി എഗ്രി. ഇത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം കണ്ടില്ലേ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ മുമ്പിൽ വരും. അതിൽ ഫസ്റ്റ് ചോദ്യം ജെൻഡർ ഏതാണ്. അപ്പം മെയിൽ കൊടുക്കാം, ഏജ് നമുക്ക് എത്രയും കൊടുക്കാം, ഒരു 33 കൊടുക്കാം, ഒരു 33 ഏജ് കൊടുത്തു. പിന്നെ ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്തത് റാൻഡം ആയിട്ടാണോ ഫില്ല് ചെയ്തത് അതോ ആക്യുറേറ്റ് ആയിട്ടാണോ ഫില്ല് ചെയ്തത് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. റാൻഡം ആണെങ്കിൽ 0 കൊടുക്കുക, ആക്യുറേറ്റ് ആണെങ്കിൽ 100 കൊടുക്കുക. അതിൻ്റെ ബേസിൽ നിങ്ങളൊരു വാല്യൂ കൊടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100, 99, 92 ആ റേഞ്ചിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായും റാൻഡമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് എങ്കിൽ 0 കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റാൻഡമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ഈ ഡാറ്റ എന്തിനു വേണ്ടി യൂസ് ചെയ്യും, ഒരു പഠനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 കൊടുക്കാം. റാൻഡമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ആൻസർ നമുക്ക് തുറന്നു വരും. ഇതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിന് സ്കോറാണ് ഇവിടെ ഉള്ളിലിട്ടുന്ന ഈ വാല്യൂ ഉണ്ടല്ലോ, 1.3, 2.5, 1.2. ഈ വാല്യൂവിനെ നമുക്ക് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എക്സാമിന്. ഇവിടെ നമുക്ക് കിട്ടുന്ന സ്കെയിലിനെ എന്ത് ചെയ്യണം, ആദ്യം ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇവിടെ
5 കോളങ്ങൾ ഇതിലുണ്ടായിരിക്കും. ഒന്നിൽ കോഡ്, രണ്ടാമത്തിൽ ഫാക്ടർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, മൂന്നാമത്തെ റോ സ്കോറ്, അടുത്തത് ഫൈനൽ സ്കോറ്, ഇൻ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ 5 കോളങ്ങളുള്ള ഒരു ടേബിൾ വരച്ച് വെക്കണം. ഓക്കെ, അതിൽ ഫസ്റ്റ് കോഡ് നമുക്ക് ABCDEFG നമ്മൾ 16 ഫാക്ടേഴ്സിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫാക്ടർ ABCD അങ്ങനെയും കൊടുക്കാം, അല്ലെങ്കിൽ ABCD ആണ് നിങ്ങളെ സൗകര്യം പോലെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ഫാക്ടറിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് അതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റിസർവ്ഡ്, ഔട്ട് ഗോയിങ്, ലെസ് ഇൻ്റലിജൻസ്, മോർ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, അത് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അതേപോലെ തന്നെ അവിടെ എഴുതാം. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേപ്പർ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ പേപ്പറിൽ നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റത്താണെങ്കിൽ റിസർവ്ഡ്, ഔട്ട് ഗോയിങ് എന്ന് കണ്ടല്ലോ, ഇവിടെ കണ്ടല്ലോ, ഇവിടെ റിസർവ്ഡ്, ഔട്ട് ഗോയിങ് എന്ന് കണ്ടു. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റിസർവ്ഡ് ഇവിടെ ഉണ്ട്, ഔട്ട് ഗോയിങ് ഉണ്ട്. അപ്പോൾ അത് അതേപോലെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. റിസർവ്ഡ്, ഔട്ട് ഗോയിങ്, അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. അതുപോലെ ഓരോന്നും എന്ത് ചെയ്യാം, ഈ ടേബിളിലേക്ക് ഫാക്ടർ എന്ന് പറഞ്ഞ ഭാഗത്ത് എഴുതി വെക്കാം. അപ്പോൾ ഈ കോളം നമുക്ക് കിട്ടി. ഇനി റോ സ്കോർ എന്ന് പറഞ്ഞ കോളം കിട്ടും. കണ്ടോ, ഈ റോ സ്കോർ, ഫൈനൽ സ്കോർ, ഇൻ്റർപ്രിട്ടേഷൻ. പറഞ്ഞോളൂ. എവിടെ ഫാക്ടർ എന്ന് കൊടുത്ത്, ഓക്കെ, ഫാക്ടർ എന്ന് കൊടുത്ത് നമ്മൾ ഫാക്ടർ A, ഫാക്ടർ B, അതെ. അപ്പോൾ അവിടെ ഈ ടേബിൾ കണ്ടല്ലോ, ഇത് 2 ഓപ്ഷൻ, 2 അറ്റാണ്. ഒരു സൈഡിൽ ഔട്ട് ഗോയിങ് ആണ്, റിസർവ്ഡ് ആണ്, മറ്റൊരു സൈഡിൽ ഔട്ട് ഗോയിങ് ആണ്. ഓക്കെ, ഇവിടെ മറ്റൊരു സൈഡിൽ ലെസ് ഇൻ്റലിജൻസ് ആണ്, മറ്റേത് മോർ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 2 ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അത് ഇവിടെ എടുത്ത് ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയേക്കാം. ഫാക്ടർ A എന്ന് പറഞ്ഞാൽ വാംത്താണ്, ഫാക്ടർ B റീസണിങ് ആണ്. ഇത് രണ്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഡ് എന്ന് പറഞ്ഞിട്ട് ഫാക്ടർ A, B, C, D അങ്ങനെ ഓരോന്നും ഇവിടെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 2 കൂടി വേണമെങ്കിൽ അങ്ങനെ ചെയ്താം, 1 വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, യെസ് അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ എഴുതാം. ഇവിടെ എന്ത് ചെയ്യാം, കോഡ്, ഫാക്ടേഴ്സ്. ഇപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ താഴെ കൊടുത്ത പോലെ ഫാക്ടർ 1 A എന്ന് പറഞ്ഞാൽ വാംത്ത് എന്ന് കൊടുക്കാം, അടുത്ത റീസണിങ് കൊടുക്കാം, ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ സ്കെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫാക്ടർ A വാംത്തിൻ്റെ ഒരു ആംഗിളാണ് വരുന്നത് റിസർവ്ഡ് എന്ന് പറയുന്നത്, മറ്റൊരു ആംഗിളാണ് ഔട്ട് ഗോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 2 അറ്റമാണിത്. മറ്റേത് ലെസ് ഇൻ്റലിജൻസ്, മറ്റേത് മോർ ഇൻ്റലിജൻസ്. അവിടെ ഓരോന്നിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടല്ലോ ഫാക്ടർ A, ഫാക്ടർ B, ഫാക്ടർ C, ഫാക്ടർ D. ഓരോന്നിൻ്റെയും സ്കെയിലിൻ്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ഇതിവിടെ ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ ഈ സ്കെയിലിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഈ 16 PF എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓരോ പോയിന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എടുത്ത് എഴുതിയത്. രണ്ടും ഓക്കെയാണ്. ഓക്കെ, 2 രീതിയിലും എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടി. നമുക്ക് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതി, ഓരോ ഫാക്ടർ എഴുതി. ഫാക്ടർ A, ഫാക്ടർ B, ഫാക്ടർ C ഓരോന്ന് എഴുതി. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഫാക്ടറോ എഴുതാം. അതിനുശേഷം മൂന്നാമത്തെ റോ സ്കോറാണല്ലോ. ഈ 3 എണ്ണമാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് ആ സാധനം നമുക്ക് പ്രിൻ്റ് ഔട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അതുപോലെ നോക്കി എഴുതി വെച്ചാൽ മതി. 16 ഫാക്ടേഴ്സും അതുപോലെ തന്നെ നമ്മളെ കയ്യിലുണ്ടാവും. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആദ്യത്തെ സ്കോർ റോ സ്കോർ ആണല്ലോ അല്ലേ. അപ്പോൾ റോ സ്കോർ ഓൾറെഡി നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് റോ സ്കോർ എന്ന് പറയുന്നത്. ഈ സ്കോർ
വാംത്ത്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലിവിനെസ്, അങ്ങനെ ഓരോന്ന് 16 എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫാക്ടർ 1 ആണ് വാംത്ത്. അപ്പോൾ ഫാക്ടർ 1ൻ്റെ 1.3, 2.5 അങ്ങനെ ഓരോന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോന്നും കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ടേബിളിലേക്ക് അതായത് എഴുതി വെക്കാം. റോ സ്കോറാണിത്. 12.1.3 പിന്നെ 2.3 പിന്നെ അടുത്തത് 2.2. ഈ എഴുതി വെക്കുന്നത് മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോന്ന് എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ വാല്യൂ ഓരോന്ന് എടുത്ത് എഴുതിയിട്ട് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇക്വേഷൻ വെച്ച്, ഇക്വേഷൻ അല്ല 2.5 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെയാണ് അത് സാധാരണഗതിയിൽ ഇത് നമുക്ക് ഓൺലൈൻ വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2.5 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അതൊക്കെ തിയറി പാർട്ടായതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യം വരില്ല. ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ 2 ഓരോന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. 16 പ്രഹെൻഷൻ, അപ്പോൾ ഓക്കെ, കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇവിടെ ഫൈനൽ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് റോ സ്കോറിനെ 2.5 കൊണ്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും എന്ത് ചെയ്യണം, ഇത് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. 1.3യെ 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയാൽ കിട്ടുന്ന വാല്യൂ ആണ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഓരോന്നിൻ്റെയും വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 3.3 ഓരോന്നും ഇൻറ്റു ജസ്റ്റ് ഇങ്ങനെ 1.3 ഇൻറ്റു 2.5, അപ്പോൾ 3.25 കിട്ടി. അടുത്തത് പറയൂ, നിങ്ങളൊന്ന് ഗുണിച്ചിട്ട് പറയൂ. 2.5 ഇൻറ്റു 2.5 എത്രയാ? 6.30. റെഡിയാണല്ലോ അല്ലേ? അടുത്തൊന്ന് പറയൂ. ക്ലിയർ അല്ല. റോ സ്കോർ 1.2 കാണുന്നുണ്ടല്ലോ അല്ലേ? (1.2 ഇൻറ്റു 3) അല്ലേ? 3. അടുത്തത് 2.3 ഇൻറ്റു 2.5 എത്രയാ? 5.8. ഇനി അടുത്തത് 2.2 ഇൻറ്റു 2.5, 5.5 അല്ലേ? അടുത്തത് 1.6 ഇൻറ്റു 2.5, 0 അല്ലേ? 4 ആണോ? ഓക്കെ, ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് 2.1 ഇൻറ്റു 2.5, 5.3 അല്ലേ? 3. ഓക്കെ. അടുത്തത് 2.2 ഇൻറ്റു 2.5 ഇവിടെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ? 5.5. പിന്നെ 2 ഇൻറ്റു 2.5 എത്രയാ? 5. അടുത്തത് ഓൾറെഡി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് 5.5. പിന്നെ 2ൻ്റെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് 5. 2.3 എത്രയാ?
5.8. ഓക്കെ. പിന്നെ 2.1 5.3 അല്ലേ? 5.3 5.3 അടു 1.6 എത്രയാ? 4. അടുത്ത് 1.5ഓ? 3.75. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ വാല്യൂ. ഇനി ഈ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാഫിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഈ ഗ്രാഫിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഗ്രാഫ് നമ്മളെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാം. ഓക്കെ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സൂം ചെയ്തത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പാർട്ട് എ എന്ന് പറഞ്ഞ പാർട്ടാണ് ഫാക്ടർ എ എന്ന് പറയുന്നത്. ഈ ഫാക്ടർ എയിലെ പോയിൻ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടർ എ യെസ് 3.5 ആണോ? 2.5 അല്ലേ? 6.5 ഒരു മിനിറ്റ്. 1.3 ഇൻറ്റു ഒരു മിനിറ്റ് 3. ഓക്കെ. അപ്പോൾ 3.25 നമുക്ക് കിട്ടിയ. അപ്പോൾ ഈ 3.25 എവിടെയാണ് വരിക? 3 ഇവിടെ ഉണ്ട് അല്ലേ? 3 ഇവിടെ ഉണ്ട്. 4 ഇവിടെ ഉണ്ട്. അപ്പോൾ 3.25 ആകുമ്പോൾ ഏകദേശം 3.5 ഇവിടെ വരും. അപ്പോൾ 3.25 ഏകദേശം ഇവിടെയൊക്കെ വരും അല്ലേ? അപ്പോൾ നമുക്ക് പോയിൻ്റ് ഇവിടെ അടയാളപ്പെടുത്താം അല്ലേ? 3.25. അപ്പോൾ ഇവിടെ ഏകദേശം ഈ പോയിൻ്റ് ഇവിടെ ഉണ്ടാവും. 3യിൽ കൊടുത്താൽ മതി. പക്ഷെ 3.25 ആണ്. 3 ആകുമ്പോൾ ആക്യുറേറ്റ് 3 ആണെങ്കിലല്ലേ നമ്മൾ 3യിൽ കൊടുക്കുക. അപ്പോൾ 3 ഇവിടെ ഉണ്ട്, 4 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3യുടെയും 4ൻ്റെയും നടുവിൽ വരുമ്പോൾ 3.5 ആയി. 3.5 അല്ലല്ലോ, അപ്പോൾ അതിൻ്റെയും നടുവിൽ വരും. അപ്പോൾ 3.25 ഇവിടെ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുക്കാം. നിങ്ങൾ ഏകദേശം വാല്യൂ കിട്ടിയാൽ മതി. നമുക്ക് 3യിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ പോയിന്റിൽ അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് അവസാനം ഗ്രാഫ് കൂട്ടി വരയ്ക്കാം. ഇനി അടുത്തത് എത്രയാണ്? 6. ഫാക്ടർ ബി 6.3 ആണല്ലേ? അപ്പോൾ ഫാക്ടർ 6.3 എവിടെയാണ്? 6 ഇവിടെയാണ് അല്ലേ? 7 ഇവിടെയാണ്. കണ്ടല്ലോ അല്ലേ? 6.5 ഏകദേശം സെൻറ്ററിൽ വരും. അപ്പോൾ ഏകദേശം ഇവിടെ നമുക്ക് കൊടുക്കാം അല്ലേ? 6.3 കാണുന്നുണ്ടല്ലോ അല്ലേ വരക്കണം? ഓക്കെ. ഈ പോയിന്റിൽ ഇവിടെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ 6.3 കിട്ടി. അപ്പോൾ 6.3 ഇവിടെയാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. അടുത്ത വാല്യൂ എത്രയാണ്? 3 കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 3 ആണ്. അപ്പോൾ ഫാക്ടർ ബിയിൽ 3 ഇവിടെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്താം. 3 പോയിൻ്റായി. ഇനി ഫാക്ടർ സി പറഞ്ഞു. ഇനി ഫാക്ടർ ഡി 5.8 അല്ലേ? 5.8 ആകുമ്പോൾ എവിടെയാണ് വരിക നോക്കാം. 5.8 5.3 ഇവിടെയാണ് വന്നത്. അപ്പോൾ 5.5 ഇവിടെയാണ്. 6 ഇവിടെയാണ് വരുന്നത്. 5ൻ്റെയും 6ൻ്റെയും ഏകദേശം സൈഡിൽ വരുമ്പോൾ ഇവിടെ വരും. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ. അപ്പോൾ 5.8 അടയാളപ്പെടുത്തി. ഇനി അടുത്തത് 5.5
5.5 അതിൻ്റെ തൊട്ട് താഴെ വരും. 5 ഇവിടെ വരും, 6 ഇവിടെ വരും. അപ്പോൾ 5ൻ്റെയും 6ൻ്റെയും നടുവിൽ ഇവിടെ വരും 5.5 എന്ന് പറഞ്ഞാൽ എഫിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ 5.5 അടയാളപ്പെടുത്താം. ഇത് കഴിഞ്ഞാൽ പിന്നെ 5 കഴിഞ്ഞാൽ പിന്നെ എത്രയാണ് വരുന്നത്? 4 ആണ്. 4 അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് പോവാം. 5 ഇവിടെയാണെങ്കിൽ 4 ഇവിടെ. പറഞ്ഞോളൂ. ആ ആ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക, റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യുക, പ്രശ്നമൊന്നുമില്ല. സാർ അങ്ങനെ പറയണ നമുക്ക് ഓ 3.25 വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ റൗണ്ട് വാല്യൂയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് 0.5 അതിൻ്റെ മുകളിലോ ആണെങ്കിൽ അടുത്ത സംഖ്യയിലേക്ക് മാറ്റാൻ പറ്റും. 0.5ൻ്റെ ചോടയാണെങ്കിൽ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണത്. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്തെ അത് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ഫിഗർ ഉപയോഗിക്കും. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് മതി അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നൊരു എളുപ്പമുള്ള മെത്തേഡാണത്. നമുക്ക് കറക്റ്റ് പോയിന്റിൽ തന്നെ അടയാളപ്പെടുത്താം. അങ്ങനെ ചെയ്താൽ മതി. ഇത് നമ്മൾ കുറച്ചും കൂടെ സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പോയിന്റ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 5.8 ആണെങ്കിൽ നമുക്ക് 6ൽ അടയാളപ്പെടുത്താം. ഓക്കെ, 5.5 ഒക്കെ ആണെങ്കിൽ നമുക്ക് അതും 6ൽ 5.5 അതിൻ്റെ മുകളിലേക്കോ സാധാരണ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ 6 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ റൗണ്ട് ഫിഗർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ. ഇപ്പോൾ 5.3 അതെ ഗ്രാഫ് വൃത്തി ഉണ്ടായിരിക്കും. അത് 5.3 നമുക്ക് എന്ത് ചെയ്യാം? 5 ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ 5.3 നമുക്ക് 5 ഇങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ 5.5നെ നമുക്ക് 0.5 ആയതുകൊണ്ട് തന്നെ അതിനെ 6ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ട് രീതിയിൽ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. പോയിന്റ് ഇട്ടിട്ടും ചെയ്യാറുണ്ട്, അല്ലാതെയും ചെയ്യാറുണ്ട്. രണ്ടും കറക്റ്റ് തന്നെയാണ്. കുറച്ചും കൂടെ ഗ്രാഫ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രാഫ് പേപ്പറുകൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ചതുരമുള്ള കളി അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആക്യുറേറ്റ് വാല്യൂസ് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമുക്ക് കുറച്ചും കൂടെ എളുപ്പം. 5 എന്ത് ചെയ്യാം? 5 വെച്ചിട്ട് ചെയ്യാം. ഇതെങ്ങനെയായാലും മിസ്റ്റേക്കുകളൊന്നുമില്ല. ഏത് രീതിയും നമുക്ക് യൂസ് ചെയ്യാം. ഓരോ ടീച്ചേഴ്സും ഓരോ രീതിയിലാണ് ഇത് പറഞ്ഞു തരിക. ഫൈസൽ സാർ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത്. 5.5നെ നമുക്ക് 6 ആയിട്ട് അടയാളപ്പെടുത്താം. പിന്നെ അടുത്തത് എത്രയാണ്? 5 ആണ്. 5നെ നമുക്ക് 5 ആയിട്ട് തന്നെ അടയാളപ്പെടുത്താം. പിന്നെ എത്ര കിട്ടിയത്? 5.8നെ നമുക്ക് 6 ആയിട്ട് അടയാളപ്പെടുത്താം. ആണ് 5.8നെ നമുക്ക് 6 ആയിട്ട് അടയാളപ്പെടുത്താം. 5.8 6 മാറിപ്പോകരുത്. വരച്ച് വരുന്ന സമയത്ത് ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയിൻ്റ് മാറിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് രണ്ടും 5.3 തന്നെയാണ്. അപ്പോൾ സെയിം 5ൽ തന്നെ അടയാളപ്പെടുത്താം. നമ്മളിങ്ങനെ ക്ലാസ്സിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ 5.3 കിട്ടി. പിന്നെ 4 അല്ലേ? 4ഉം ഇതും 4 തന്നെയാണ് വരിക അല്ലേ? റൗണ്ട് ഫിഗർ വരുമ്പോൾ 4 1 2 3 4 അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഏകദേശം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് ഇനി ഇത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആവില്ല. നമുക്ക് പരമാവധി വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഓരോ പോയിൻ്റുകൾ സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാം?
കൂട്ടിമുട്ടിക്കുക. ഓക്കെ, ഒരു ആവറേജ് എടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ സെൻറ്ററിലൂടെ പോകുന്നത്. ചില ആളുകൾക്ക് നല്ല വെടുത്തുണ്ടാവും, നമ്മൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചുള്ള വ്യത്യാസമാണ്. അത് എന്താണോ വാല്യൂ കിട്ടിയത് അത് അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്കതിൻ്റെ ഒരു ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാം. ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെയല്ല, നല്ല വെടുത്തിലും കിട്ടാറുണ്ട്. ഇതാണെന്ത് നമ്മുടെ 16PF ടെസ്റ്റിൻ്റെ ഗ്രാഫ്. സ്റ്റാൻഡേർഡ് ടെൻസ് സ്കോർ വെച്ചിട്ടാണ് ഈ വാല്യൂ, ഈ ഗ്രാഫ് നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ ബേസിലാണ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഓരോ പോയിൻ്റ് വെച്ചിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അതും നമുക്ക് എന്ത് ചെയ്യേണ്ട, അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വരുന്നത് ഈ 5 വാല്യൂ ഉണ്ടല്ലോ, 1 മുതൽ 5 വരെയുള്ള വാല്യൂ, അത് റിസർവ്ഡിലാണ് വരുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ ടേബിൾ വരച്ച സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റിസർവ്ഡ് അല്ലെങ്കിൽ ഔട്ട് ഗോയിങ്, അങ്ങനെ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു അല്ലേ, റിസർവ്ഡ് അൺഗോയിങ്. അതിൽ റിസർവ്ഡ് ഒരു സൈഡിലും ഔട്ട് ഗോയിങ് മറ്റു സൈഡിലുമാണുള്ളത്. അപ്പോൾ റിസർവ്ഡിൽ വരുന്ന പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു പോയിന്റ് നമുക്ക് എടുത്തെഴുതാം. ഡിറ്റാച്ച്ഡ്, ക്രിട്ടിക്കൽ, അലോഫ്, സ്റ്റിഫ്. ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3L ഉള്ളത് നമുക്ക് ക്രിട്ടിക്കൽ എന്ന് കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം, ഏതും കൊടുക്കാം, ക്രിട്ടിക്കൽ എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഓരോന്നും ഇനി അടുത്ത സ്റ്റേജ് നിങ്ങൾ പറഞ്ഞോളൂ. ആ ആ ആ അത് അതിൻ്റെ പേരല്ലേ, ഓരോ ഫാക്ടർ. ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ തന്നെ സാർ പറഞ്ഞു. ഇൻ്റർപ്രിട്ടേഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ കാരണം വിശദീകരിക്കണ്ടേ? ആ ആ ആ ആ ആ ആ അത് നമുക്ക് ഈ ഇതിലുള്ള പോയിന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, എഴുതേണ്ടത് ശരിക്ക്. ഈ ഓൺ ഗോയിങ്ങിൽ ഔട്ട് ഗോയിങ്, അതെ അതെ അതെ, ഇൻ്റർപ്രിട്ടേഷൻ്റെ കോളത്തിലാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ. അതെ അതെ അതെ, അതായത് ഓക്കെ. അതെ, ബോൾഡ് അല്ലേ? കണ്ടുതാ, ബോൾഡ്. അപ്പോൾ ബോൾഡ് എന്ന് മാർക്ക് ചെയ്തു അല്ലേ? പാടില്ല. ഓക്കെ. ഓക്കെ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഏറ്റവും സെൻട്രലിലെ പോയിന്റ് ഇവിടെ ആവറേജ് എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഏറ്റവും മുകളിൽ ഇത് കണ്ടല്ലോ. അപ്പോൾ ഈ ആവറേജ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, ആവറേജ് തന്നെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഈ സൈഡാണെങ്കിൽ അതിന് ഇപ്പുറത്ത് നമുക്ക് ഓരോ കോളത്തിലും ഓരോന്നും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിറ്റാച്ച്ഡ്, റിസർവ്ഡ് തന്നെ ഡിറ്റാച്ച്ഡ്, ക്രിട്ടിക്കൽ, ലോഫ്, അങ്ങനെ ഓരോന്നുണ്ട്. അടുത്ത ലെസ് ഇൻ്റലിജൻസിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഹമ്പിളിൽ മൈൽഡ്, ഈസി, ലെഡ്, അങ്ങനെ ഓരോന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റാൻഡം വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത് എഴുതിയാൽ മതി. ഈ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെയാണ് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും അതിലിപ്പോൾ ഹാപ്പി ടു ഗോ, ലക്കി, അതിൽ എൻതൂസിയാസ്റ്റിക് ഉണ്ടാവും. അപ്പോൾ അത് ഒരു ആവറേജ് ആണെങ്കിൽ എഫിൽ വരും, കറക്റ്റ് പോയിന്റിൽ വരും. അതിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇതിലെന്ത് ചെയ്യാം, ഇതെടുത്ത് എഴുതാം. ഓക്കെ, അത് ഒരു റാൻഡമായിട്ട് എഴുതിയാൽ മതി. കൃത്യമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർപ്രിട്ടേഷൻ ഹെഡിങ് എഴുതുക. എന്നതിന് ശേഷം 1 ഫാക്ടർ എ വാംത്ത് എന്ന് എഴുതുക. എന്നിട്ട് റോ സ്കോർ എന്ന് പറഞ്ഞാൽ
റോ സ്കോർ ഇക്വേഷൻ റോ സ്കോർ നമുക്ക് ഇവിടെ എത്ര കിട്ടിയെന്ന് നോക്കാം. റോ സ്കോർ 1.3 കിട്ടി. അപ്പോൾ ഇവിടെ റോ സ്കോർ ഇൻറ്റു, അതായത് 1.3 ഇൻറ്റു 2.5 ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് കിട്ടി? 3.25. അപ്പോൾ 3.25 അതിനെ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ. എന്നിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വാല്യൂ എടുത്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ ടേബിളിൽ കാണിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ റിസർവ്ഡിൽ ഏതെങ്കിലും ഒന്ന്, ഡിറ്റാച്ച്ഡോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമുക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ എന്ന് എടുത്ത് എഴുതാം. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് അതിൻ്റെ വിശദീകരണമായി. പിന്നെ സെൻറ്റൻസിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് എഴുതാം. പിന്നെ അടുത്ത ഫാക്ടർ എടുക്കാം. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എടുത്ത് എഴുതണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എഴുതി. അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ എന്ന് എഴുതി. പിന്നെ അടുത്ത ഫാക്ടർ ബി എടുത്തു. പിന്നെ അതിൻ്റെ എങ്ങനെയാണ് വാല്യൂ? ആദ്യം നമുക്ക് എന്ത് ചെയ്തു? റോ സ്കോർ എത്രയാണ് ഇവിടെ കിട്ടിയത്? 2.5. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ 2.5 ഇൻറ്റു 2.5 എത്രയാണ് കിട്ടിയത്? 6.3. അതിനെ നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്താ 6 കിട്ടി. 6 എഴുതി. എന്നിട്ട് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6ൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു ആവറേജിന് എബോവ് ആവറേജ് അല്ലേ? നമുക്ക് ഒരു എബോവ് ഈ തൊട്ടടുത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എബോവ് ആവറേജ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ആവറേജ് എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, ഈ 5ഉം 6ഉം നമുക്ക് ആവറേജ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണിത് ഓരോന്നും എന്ത് ചെയ്യാം? എഴുതി ചേർക്കുന്നതോടുകൂടി ഇതിൻ്റെ എന്ത് ചെയ്യും? ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓരോന്ന് എടുത്തിട്ട് എഴുതിയാൽ മതി. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞോളൂ. ക്ലിയർ ആണല്ലോ അല്ലേ? വേറെ ജോയ് ഓക്കെ അല്ലേ? പറഞ്ഞോളൂ. അതെ. അത് എഴുതി പോകണം. ഓക്കെ, അത് നമുക്ക് എഴുതണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്താ റോ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു എത്രയാണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3.3 കിട്ടി. പിന്നെ അതിനെ നമുക്ക് അത് കൺവേർട്ട് എഴുതുമ്പോൾ 3.3 ഇൻറ്റു 2.5 ഈക്വൽ ടു എന്നിട്ട് ഒരു വാല്യൂ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? ഇൻ്റർപ്രിട്ടേഷൻ ഇന്നതാന്ന് പറഞ്ഞിട്ട് ഈ ടേബിളിൽ നിന്ന് എടുക്കാം. സെൻട്രലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് എടുക്കാം. 5ഉം 6ഉം ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ആവറേജ് എടുക്കാൻ പറ്റും. അല്ല, ഈ 5ൻ്റെ ഈ സൈഡിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്ത് കോളത്തിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിലൊന്ന് ഏകദേശം ഒന്ന് എടുത്തെഴുതിയാൽ മതി. അത് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആവണമെന്നൊന്നുമില്ല, ഒന്ന് എടുത്തെഴുതാം. ഇനി ഇപ്പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇവിടെയും പോയിൻറ്റ്സ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് എടുത്തെഴുതിയാൽ മതി. കൃത്യമാവണമെന്നൊന്നുമില്ല, ഒരു ഏകദേശം എഴുതിയാൽ മതി. ഓക്കെ, സെൻട്രലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ആവറേജ് ഈ 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് ആവറേജ് കൊടുക്കാം. ഓക്കെ, പിന്നെ ഓരോന്ന് ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ തീരും. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ഓരോന്നിൻ്റെയും പറഞ്ഞോളൂ. അതെ. സെൻറ്റൻസ് ആയിട്ടും എഴുതാം. ഓക്കെ, സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ സെൻറ്റൻസ് ആയിട്ട് എഴുതാം. പോയിൻ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ പോയിൻ്റ് ആക്കിയിട്ട് എഴുതാം. സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. സെൻറ്റൻസ് ആക്കി എഴുതാകുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയാണ്. അപ്പോൾ അതെ, യെസ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ,
ആ ആ അതെ 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 അങ്ങനെ എബോ ആവറേജ് ബിലോ ആവറേജ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഏറ്റവും ബെറ്റർ ഇതാ ഈ രീതി ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെയാണ് ശരിക്കും അതിൻ്റെ കറക്റ്റ്. ആവറേജ് അല്ലാത്തതൊക്കെ ഇതിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് എഴുതുന്നതാണ് ശരിക്കും അതിൻ്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള രീതി. എബോ ആവറേജും ബിലോ ആവറേജും നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. സാർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, എബോ ആവറേജും ബിലോ ആവറേജും യൂസ് ചെയ്യാൻ പറ്റും. സാറ് ശ്രദ്ധിക്കാത്തതായിരിക്കും സാറ് അങ്ങനെ. ആ അങ്ങനെയാണ്. ആ ആ ഇതാ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാ ഈ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷനിൽ ആഡ് ചെയ്താൽ തന്നെ കംപ്ലീറ്റ് ആയി. പിന്നെ ഓരോന്ന് വേണമെങ്കിൽ ആ പിന്നെ ആ അങ്ങനെ ആവറേജ് ബിലോ ആവറേജ് എബോവ് ആവറേജ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറില്ല. അതാണ് പറഞ്ഞത്. അതിന് പകരമായിട്ട് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന പോയിന്റുകളാണ് യൂസ് ചെയ്യാറ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. സാറുടെ ആ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അങ്ങനെ സാറ് പറയാതിരിക്കൂല. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ആ എക്സ്പ്ലനേഷനിൽ സാറ് അത് ആ അതെ ഓക്കെ ആ ഓക്കെ. അങ്ങനെ സാർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ ആ ഇത് സാറ് ഇങ്ങനെ ആയിരിക്കും പറയാൻ സാധ്യത. കാരണം പിന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് ബിലോ ആവറേജ് അങ്ങനെ പറയുകയൊക്കെ ചെയ്യാം. ജനറലായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യല്ലേ, അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയാം. പക്ഷേ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ ടേബിളിൽ കൊടുത്തിരിക്കണം. അത് കൃത്യമാണ്. അത് വന്നില്ലെങ്കിൽ നമ്മളെ മാർക്ക് മിസ്സാവും ഓരോന്നും. ഓക്കെ, അത് നോക്കണം. പിന്നെ ആവറേജ് ബിലോ ആവറേജ് ജനറലായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടേം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് കൃത്യമായിരിക്കണം. ഓരോ പോയിന്റും ഫാക്ടർ എ, ഫാക്ടർ ബി ഏതാണ്, ഫാക്ടർ സി ഏതാണ്, കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ, ഒരു പേപ്പർ നോക്കുന്ന ആൾക്ക് നോക്കിയാൽ കാണുന്ന രീതിയിൽ ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോപ്പർ രീതി. ഇങ്ങനെയാണ്. ഇത്രയാണ് ഇതിലുള്ളൂ. പിന്നെ കൺക്ലൂഡ് ചെയ്താൽ മതി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതിൽ കാര്യമായിട്ടൊന്നും കാണാതെ പഠിക്കാനില്ല. ഇത് വളരെ എളുപ്പമാണ്. മറ്റ് പ്രോബ്ലമൊക്കെ ആണെങ്കിൽ നമുക്കത് ഇക്വേഷനൊക്കെ പഠിച്ച് വെക്കണ്ടായിരുന്നു. ഇവിടെ ഇക്വേഷനൊന്നുമില്ല. ഈ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിൽ ഏകദേശം എല്ലാ സാധനങ്ങളും, ഫാക്ടറിൻ്റെ പേര് നമ്മൾ മറന്നു പോയി എന്ന് കരുതാം. പറഞ്ഞോളൂ. സ്റ്റെൻ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് 2.5 കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാം, സ്റ്റെൻ സ്കോർ എന്ന് പറയാം. അതെ അവിടെ ഉണ്ട്. ഇത് അറൗണ്ട് ഇതാണ് സ്റ്റെൻ സ്കോർ. റോ സ്കോറെ ഇൻറ്റു അതിൻ്റെ ഫോർമുലയാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഫോർമുല അല്ല, റോ സ്കോറിനെയാണോ? ഫൈനൽ ഫൈനൽ സ്കോറിനെയാണ് സ്റ്റെൻ സ്കോർ എന്ന് പറയുന്നത്. റോ സ്കോറിനെ അല്ല. റോ സ്കോറിനെ നമുക്ക് 2.5 കൊണ്ട് കൺവേർട്ട് ചെയ്താൽ സ്റ്റെൻ സ്കോർ കിട്ടും. അങ്ങനെയാണ് ചെയ്യുക.
അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ഇന്നത് എന്താണ് സ്റ്റെൻ സ്കോർ എന്ന് ചോദിക്കൊന്നുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മൾ ആ മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. ഇനി അത് ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. റോ സ്കോർ, ഫൈനൽ സ്കോർ, ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ സ്റ്റെൻ സ്കോർ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി റോ സ്കോർ ആണോ സ്റ്റെൻ സ്കോർ, ഫൈനൽ സ്കോർ ആണോ സ്റ്റെൻ സ്കോർ, അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കൺഫ്യൂഷനുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. റോ സ്കോറും ഉണ്ടാവും, ഫൈനൽ സ്കോറും ഉണ്ടാവും. അത് പഠിക്കാൻ നമുക്ക് സുഖമാണല്ലോ. അപ്പം അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. വേറെ എന്താ സംശയം ചോദിച്ചോളൂ. പിന്നെ ഓരോന്നും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫാക്ടർ എ വാംത്ത് എന്ന് പറഞ്ഞിട്ട് റോ സ്കോർ ഈക്വൽ ടു ഇത്രയാണ്, സ്റ്റെൻ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഒരു സെൻറ്റൻസിൽ കൊടുക്കുക. ഫാക്ടർ ബി റീസണിങ്, അതിൻ്റെ റോ സ്കോർ, സ്റ്റെൻ സ്കോർ ഇത്രയാണ്, അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഇത്രയാണ്. പിന്നെ അടുത്തത് ഫാക്ടർ സി ഇമോഷണൽ സ്റ്റെബിലിറ്റി, റോ സ്കോർ, സ്റ്റെൻ സ്കോർ, ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിച്ച് കൊടുക്കുന്ന എക്സാം എഴുതുന്ന സമയത്ത്, നിങ്ങളിത് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ആ അതെ 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 അതെ. അത് ഇനി എഴുതിയില്ലെങ്കിലും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും, ഇത് അറിയാം നമ്മൾ ചെയ്തതാണെന്ന് മനസ്സിലാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ കണ്ടൻറ്റ് ഉൾപ്പെട്ടിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ട് ഏതാണ് ഡയഗ്രാം വരക്കണം. ഡയഗ്രാം ഈ പേജ് നമുക്ക് ഇത് കട്ട് ചെയ്താൽ മതി. ഈ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൽ ഒട്ടിച്ചാൽ മതി റെക്കോർഡിൽ. അതിന് ഫോട്ടോ കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് അതിൽ വരയ്ക്കുക. എക്സാമിന് ഇതേപോലെ തന്നെ ഒരു പേജ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നിങ്ങളെ എക്സാമിൻ്റെ പേപ്പറിൻ്റെ ഇടയിൽ വെച്ചാൽ മതി. ഓക്കെ, അത് പ്രത്യേകം ഇതൊന്നും എഴുതി വരച്ച് കള്ളി വരച്ചുണ്ടാക്കണ്ട, അതുപോലെ വരച്ചാൽ മതി. ഈ ടേബിൾ വരക്കണം. ഈ മുകളിലുള്ള ടേബിൾ ഏറ്റവും കമ്പൽസറി ആയിട്ടുള്ള ടേബിളാണ്. പിന്നെ അതിനൊരു ഒരു ടേബിളും കൂടി നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഫാക്ടർ, അതിൻ്റെ മീനിങ് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെയും. ഇപ്പോൾ ഫാക്ടർ ഇങ്ങനെ ഇത് ചിലപ്പോൾ ടേബിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫാക്ടർ എ എന്ന് പറഞ്ഞാൽ വാംത്താണ്, അതിൻ്റെ ഒരു സൈഡ് ഓൺ ഗോയിങ്, മറ്റേത് റിസർവ്ഡ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹൗ നൈസ് ടു പീപ്പിൾ യു ആർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മളൊരു ടേബിളായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പോയിൻ്റായിട്ടും ആഡ് ചെയ്യാം. ഓക്കെ, അത് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. അതായത് എന്താണ് പേഴ്സണാലിറ്റീൻ്റെ ഒരു തിയറി, ആൽപോർട്ടിൻ്റെ ഒക്കെ തിയറി പഠിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് തിയറി, ട്രൈറ്റ്സ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചതാണല്ലോ. അത് ഏതെങ്കിലുമൊക്കെ പഠിച്ചതാണെങ്കിൽ മനസ്സിലുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഈ ഫാക്ടർ, ഇതിൻ്റെയൊക്കെ ഓരോ മീനിങ് നമുക്ക് അറിയണമാണല്ലോ. ഫാക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാക്ടർ ബി, ഫാക്ടർ സി, അങ്ങനെ ഓരോന്ന് പഠിച്ചു വെക്കുക. അത് നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമായത് ഈ ടേബിളാണ്. ഈ ടേബിളും ഈ ഗ്രാഫും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ബാക്കി നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ, അതിൻ്റെ കൺക്ലൂഷന്, ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഫാക്ടർ എ ഇത്രയായിരുന്നു, ഫാക്ടർ ബി ഇത്രയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ജനറലി ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ മതി. എത്രയാണ് ഇതിലുള്ളത്? വളരെ എളുപ്പമാണ് മറ്റുള്ളതിനേക്കാൾ അപേക്ഷിച്ച്. ഇവിടെ മറക്കാതിരിക്കേണ്ടത്, നമ്മൾ 2.5 കൊണ്ട് ഗുണിക്കാൻ മറക്കരുത്. ടേബിൾ ചില ആളുകൾ ഈ ഫൈനൽ സ്കോർ വിട്ടുപോകും, ആ കോളം തന്നെ വിട്ടുപോകും. എന്നിട്ട് റോ സ്കോർ മാത്രം എഴുതിയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ മിസ്റ്റേക്ക് സംഭവിക്കും. ഈ ടേബിളിൽ ഈ 3 കോളങ്ങളും നിർബന്ധമായിട്ട് കാണണം. അത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ ഈ കോളായിരിക്കും നോക്കുക, ബാക്കിയുള്ളതൊന്നും നോക്കില്ല. ഇത് നമുക്ക് റൗണ്ട് ഫിഗർ ചെയ്യാം, അല്ലാതെയും ചെയ്യാം. റൗണ്ട് ഫിഗർ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ റൗണ്ട് ഫിഗർ ആകുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അല്ലെങ്കിൽ പോയിൻ്റ് അങ്ങോട്ട് വരയ്ക്കുന്ന സമയത്തൊക്കെ ചെറിയ തകരാറുകൾ സംഭവിച്ചേക്കാം. ഇനി പോയിൻ്റ് കളഞ്ഞില്ല എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് പോയിൻ്റ് കളഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ്. ഇത്രയാണ് ഇതിലുള്ളൂ. പിന്നെ ആർക്കാ എന്താ സംശയമുള്ളത് ചോദിച്ചോളൂ. ഓക്കെ അല്ലേ ശ്രീലേഖ? എങ്ങനെയാ ഗ്രേഡ് പോയിൻ്റ്
ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ ആ ആ അതെ അതെ ആ ആ ആ ഉം. ആ ഓക്കെ ഓക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലേ. അതിൽ ആ അതെങ്ങനെയാണെന്ന് ഒന്ന് ആർക്കറിയാമെന്ന് വിശദീകരിക്കൂ. ഗ- ആ ഓക്കെ ഓക്കെ. മറ്റുള്ള ശ്രീലേഖ നിങ്ങൾക്കറിയോ മിനിമോൾ അതെങ്ങനെയാണ് ഗ്രേഡ് പോയിന്റ് ലാസ്റ്റ് സാർ എന്താ പറഞ്ഞത്? ഓക്കെ ആ ആ ആ ആ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലയൻറ്റിൻ്റെ പേരും ഏജും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. അത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം, സാറോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആ ആ അങ്ങനെ മതിയായിരിക്കും. ഇതാണ് ഒരു ആവറേജ് എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ ഒരു ടേബിൾ ഞാൻ കണ്ടിട്ടില്ല. ആ സാറ് ചിലപ്പോൾ ഒന്ന് സാറോടൊന്ന് ചോദിച്ചു നോക്കും ചെയ്യാം. അങ്ങനെ എവിടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഓക്കെ, ക്ലയൻറ്റിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ ആ ഓക്കെ 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 ആ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആ പാർട്ടിസി ഓക്കെ ഓക്കെ. പക്ഷേ ഇതിന് ഒരുപാട് സ്കോറുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് മൊത്തത്തിൽ ആവറേജ് എടുക്കാൻ കഴിയില്ലല്ലോ. കാരണം 16 ഫാക്ടേഴ്സ് 16 ഉണ്ട്. നേരത്തെ ഉള്ളതിനൊക്കെ നമുക്ക് സിംഗിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് സിംഗിൾ ആവറേജ് വാല്യൂ പറയാൻ പറ്റിയിരുന്നു. പക്ഷേ ഇത് നമുക്ക് സിംഗിൾ ആവറേജ് പറയാൻ കഴിയില്ലല്ലോ. 16 വ്യത്യസ്ത ഫാക്ടർ അല്ലേ. അപ്പം അപ്പോൾ ഇതിന് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വിശദീകരിക്കേണ്ടി വരും. ഈ 16 പോയിന്റുകളും ഓരോന്നും ഓരോന്നും ഏതാണെന്ന് പറഞ്ഞിട്ട് വിശദീകരിച്ചാൽ മതി. ഫൈനൽ ഡിസിഷൻ 16 അതായത് നമ്മളെ പേഴ്സണാലിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഈ കോമൺ ആയിട്ട് വരുന്ന ഈ 16 പേഴ്സണാലിറ്റിയിൽ നിന്നാണ് എന്നാണ് ആര് പറയുന്നത്, ഇയാൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 16 പേഴ്സണാലിറ്റിയാണ് എല്ലാ പേഴ്സണാലിറ്റികളെയും ഉത്ഭവം. അപ്പോൾ അതിന് അദ്ദേഹം ഒരു ടേം ഒക്കെ പറയുന്നുണ്ട്. സോഴ്സ് ട്രൈറ്റ് എന്നാണ് അതിന് പറയും. ഈ 16 പേഴ്സണാലിറ്റിക്കും സോഴ്സ് ട്രൈറ്റ് എന്നാണ് പറയാം. ഈ സോഴ്സ് ട്രൈറ്റിൻ്റെ ബേസിലാണ് ബാക്കിയുള്ള എല്ലാ പേഴ്സണാലിറ്റികളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ സർഫസ് ട്രൈറ്റ് എന്ന് പറയും, കുറേ ടേമുകൾ ഇതിൽ അദ്ദേഹം പറയുന്നത്. നമ്മൾ കാണപ്പെടുന്ന ഒരുപാട് സർഫസ് ട്രൈറ്റുകളുണ്ട്, ഈ സ്വഭാവങ്ങൾ. ഈ സർഫസ് ട്രൈറ്റിൻ്റെ ഒക്കെ ബേസ് സോഴ്സ് വരുന്നത് ഈ 16 സോഴ്സ് ട്രൈറ്റുകളാണ്. അപ്പോൾ ആ 16 വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഓരോന്നും ഇന്നതാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സിംഗിൾ പോയിന്റ് പറയുക എന്നത് ബുദ്ധിമുട്ടാണ്. മറ്റാരെങ്കിലും കേട്ടിട്ടുണ്ടോ സാർ ഈ ടേബിൾ പറഞ്ഞ കോമൺ ഒരു ആവറേജ് പറയാൻ പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? സാജിദ്, ജോസഫ്, ശ്രീലേഖ. ആ ആ ഫൈനൽ ടേം എങ്ങനെ എഴുതണം എന്നാണ് പറഞ്ഞത്? ആ ആ ഇൻ്റർപ്രിട്ടേഷൻ എന്താ? ആ ഓ അതായത് ഈ മൊത്തം സ്കോറിൽ 7. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ ഇപ്പോൾ ഇതിൽ വരും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ആണ് അല്ലേ. കാരണം സെൻട്രലാണ് ഇതിൻ്റെ കറക്റ്റ് പോകുന്നത്, ആവറേജ് ബിലോ ആവറേജ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ആവറേജ് എന്ന് പറയാം അല്ലേ. അങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത് അല്ലേ.
ഇപ്പോൾ ഇതിൽ ഇത് ഇപ്പുറത്താണെങ്കിൽ, അതായത് ഇതിൻ്റെ ഇത് ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത് വെച്ചാൽ, ഇത് ഈ സൈഡിലാണെങ്കിൽ ബിലോ ആവറേജ്, അല്ലെങ്കിൽ മറ്റ് സൈഡിലാണെങ്കിൽ എബോ ആവറേജ്, അങ്ങനെ പറയാം അല്ലേ. ഈ ഗ്രാഫ് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ആവും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ വരുമ്പോൾ അതെ 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 അതെ. ഓക്കെ. അതെ അതെ അതെ. അങ്ങനെ ആവറേജ് പേഴ്സണാലിറ്റി അങ്ങനെ പറയാട്ടോ. അങ്ങനെ ശരിയാണ് ശരിയാണ്. അതെ അതെ. അപ്പോൾ കറക്റ്റാണ്. അങ്ങനെ അങ്ങനെ നമുക്ക് ജോയി അങ്ങനെ നമുക്ക് എഴുതാം കേട്ടോ. ആവറേജ് ഇപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാം. ഓക്കെ. അങ്ങനെ നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റും. കാരണം ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ഒരു ആവറേജ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർപ്രട്ടേഷൻ. അങ്ങനെ വാല്യൂ എങ്ങനെയാണ്? അതെ അതെ. അപ്പം അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് ലോവസ്റ്റ് സ്കോർ ഇതിൽ 3ഉം ഹയസ്റ്റ് സ്കോർ 6ഉം ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാ ശ്രീലേഖ എങ്ങനെയാ പറഞ്ഞത്? ശ്രീകല ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? വാല്യൂ എങ്ങനെയാ പറഞ്ഞത്? അതെ അതെ. അപ്പോൾ ഈ ഓക്കെ. ഇപ്പോൾ ഇതിലാണ് 6. ഓക്കെ. ഇപ്പോൾ ഇതിൽ 6 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 6 നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ ജോയി അപ്പോൾ ഓക്കെ അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. ആ ആ ആ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും ചെയ്യാം ഇതിൽ. അല്ല, അത് ഒഴിവാക്കണ്ട. സാർ പറഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ. അതെ. ശ്രീകലയും പറഞ്ഞ സ്ഥിതിക്ക് സാറ് പറഞ്ഞതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതും ഉൾപ്പെടുത്താം. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ഏറ്റവും ലോ സ്കോറും ഹൈ സ്കോറും ആവറേജ് കണ്ടാലും മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എത്രയാണ് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് ചെയ്യാം. ഇതിലിപ്പോൾ 6 ആണ് ഇതിൽ ഹയസ്റ്റ് വാല്യൂ ആയിട്ട് കാണിക്കണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 6 എടുത്ത് എഴുതാം. അല്ലാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ നമുക്ക് 6ഉം ഇതാ ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ 6 എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഞാൻ അതാ നല്ലത്. ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനി പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. ഓക്കെ. പിന്നെ ഈ 4 സെഷൻ്റെയും ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഇതിപ്പോൾ 1 മണിക്കൂർ ലെങ്ത് ഉള്ള വീഡിയോ അല്ലേ. അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കും. നിങ്ങൾക്ക് ഇതും ഫുള്ള് കാണാനും എക്സാമിന് സമയത്ത് കാണാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് തീർക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തും തരാം. അപ്പോൾ കൺഫ്യൂഷൻ കുറച്ചും കൂടെ ഇല്ലാതായിക്കോളും. ഓക്കെ, പറഞ്ഞോളൂ ഇനി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പിന്നെ ഇടാം റെക്കോർഡ് ഗ്രൂപ്പിലിടാം.
പിന്നെ മാത്രമല്ല നാളെ എന്ത് ചെയ്യാം, നാളെയോ മറ്റന്നാളെയോ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കണ്ടൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. ഓരോന്നും ഇൻ്റർപ്രറ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് മാത്രം ബ്രീഫായിട്ട് പറയുന്ന ഒരു വീഡിയോ തരാം. അതാകുമ്പോൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് തീർക്കാമല്ലോ. മറ്റേതിപ്പോൾ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ ആകുമ്പോൾ അതെല്ലാം കാണാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. ഓക്കെ. ആ ആ ഏത് ഏത് ആ ആ ആ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഒന്നിച്ച് ഷെയർ ചെയ്ത് തരാം, ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. അപ്പോൾ അത് PDF ഞാൻ ലിങ്ക് കൊടുത്തിട്ട് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അത് ഞാൻ എന്ത് ചെയ്യാം, അത് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഓരോന്ന് സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് തന്നെ ഷെയർ ചെയ്യാം. ആ ആ അത് ഞാൻ എന്ത് ചെയ്യാം, PDF ഒക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി.